വീണ്ടും നിങ്ങളുടെ സ്വന്തം മാൾട്ട കുട്ടപ്പേട്ടൻ. ഈ ഏരിയ ഉർമി മാഴ്സ പാർക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് 62 നമ്പർ ബസ്സിൽ കയറിയാൽ ടിൻ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് ഹൻഡാക്നോ എന്താണ്ടാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 1.25 കിലോമീറ്റർ നടക്കണം. ഞാൻ ഇറങ്ങിപ്പോയി ബസ്സിലിരുന്ന്, അത് കാരണം എനിക്ക് 2 സ്റ്റോപ്പ് അപ്പുറത്താണ് ഞാൻ ഇറങ്ങിയത്. ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്, ഒരുപാട് ജോലി സാധ്യതയുണ്ട്. ഞാനീ പറയണത് മാൾട്ടയിൽ ജോലി നോക്കുന്ന, മാൾട്ടയിലേക്ക് വരാൻ പോകുന്നവർക്കാണ്. ഇവിടെ ഒരുപാട് കമ്പനികളും വെയർ ഹൗസുകളും എല്ലാം ഉണ്ട്. ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ജോലി അന്വേഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പരമാവധി നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമിലോ അഡ്വർടൈസ്മെൻറ്റ് ജോബ് വേക്കൻസി കണ്ടു കഴിഞ്ഞാൽ പരമാവധി മെയിൽ അയക്കുന്നത് കൂടാതെ നേരിട്ട് പോയി ആ കമ്പനികളിൽ CV കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. കാരണം നമ്മളൊരു മെയിൽ അയച്ചുകൊണ്ട് HR ഒന്നും നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പോൾ മാൾട്ടയിൽ ജോലി അന്വേഷിക്കുന്നവർ ഉറപ്പായും ചെയ്യേണ്ട ഒരു കാര്യം, ജോലിക്ക് മെയിൽ അയച്ചല്ലോ കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അയച്ച അതേ കമ്പനിയിലേക്ക് ഡയറക്റ്റ് പോയി അവരുടെ റിസപ്ഷനിലോ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഡയറക്റ്റ് നിങ്ങളുടെ CV ഹാൻഡ് ഓവർ ചെയ്യാം. വേണ്ട, എനിക്ക് പോകാനുള്ള സ്ഥലത്തിനെ കുറിച്ച് പറയണതാ. ഞാനിപ്പോൾ പോണത് എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെയ്പോളിൻ്റെ ഹെഡ് ഓഫീസിലേക്കാണ്. അത് വേറൊരു കാര്യമാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് അടുത്ത വീഡിയോയിൽ. കണ്ടോ, ഇവിടെ ഒരുപാട് വെയർ ഹൗസുകളും എല്ലാം ഉണ്ട്. ഇതൊന്നും വീഡിയോ എടുത്താൽ തീരില്ല. കണ്ടോ, ഇത് അലുമിനിയം ബോക്സാണ്, അലുമിനിയം ആൻഡ് അയൺ ബോക്സാണ്. ഇവിടെ ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് തോന്നുന്നു എന്തോ ടെക്സ്റ്റൈലിൻ്റെ എന്തോ കോഡാണ്. ഇവിടെ ഫുള്ള് അലുമിനിയം ബോക്സ് ഉണ്ട്. ഇത് ജെഫ് പാസ്റ്റീസിയുടെ മാനുഫാക്ചറിങ് സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. കത്തി കുറേ വെക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും മാൾട്ടയിലുള്ളവർക്ക്, ജോലി തേടി പോണവർക്ക്. ശരി പെങ്ങളാ, ഞാൻ പൊക്കോളാം ലെഫ്റ്റിലേക്ക്. ഉണ്ടോ, ഗൂഗിൾ അമ്മായി എനിക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. ആ കാണുന്ന എല്ലാം പൂച്ചകൾക്കുള്ള. എടാ, ഇത് പൂച്ചകൾക്ക് കിടക്കാനുള്ള സ്ഥലം ഇവിടുത്തുകാർ വെച്ച് കൊടുത്തിരുന്നതാണ്. എനിക്കിനിപ്പോൾ ഉള്ളത് ലെഫ്റ്റിലേക്കാണ്, ഗൂഗിൾ അമ്മായി പറഞ്ഞതാണ്. ഇനി ഇവിടുന്ന് എന്തോരം പോകണോ ഈശ്വരാ. വീഡിയോ എടുത്ത് എൻ്റെ വഴി